ഇത് വെറും അഭിനയമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം. കണ്ട ഹേയ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനിതാ ഗൈസ് വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വിചാരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങോട്ട് നടക്കാറില്ല. ഇന്നെന്ന് പറയുന്നത് നമുക്കൊരു യോഗ ഡേ ആണ്. അപ്പോൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേറ്റിട്ട് ഭക്ഷണം വെച്ചിട്ട് വേണം പോകാൻ. കാരണം ഞാനിപ്പോൾ ഒരു പി ജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെൽഫ് കുക്കിംഗ് ആണ് പ്രയോറിറ്റി മാത്രമല്ല, അങ്ങനെയാണ്. കിച്ചൺ തന്നിട്ടുണ്ട്, കുക്ക് ചെയ്യാം. ഓക്കെ, സോ ഹാപ്പി. സോ അങ്ങനെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഡാൻസും പാട്ടൊക്കെ നിങ്ങൾ കാണാം. കാരണം ഇതും കൂടെ ഇല്ലെങ്കിൽ ചടഞ്ഞു പോകും എൻ്റെ ലൈഫ്. അതിന് ശേഷമാണ് ആദ്യം നമ്മളെന്താ എഴുന്നേറ്റ് വേണം ഞാൻ കിച്ചണിലോട്ടാട്ടോ പോകുന്നത്. ദെൻ ലേറ്റർ എൻ്റെ ഫ്രഷപ്പ് ആയിട്ട് ഞാൻ നടക്കാൻ വേണ്ടി പോകും. ഐ ലവ് വാക്കിംഗ്, ഓൾവേസ് ലൈക്ക് ദാറ്റ്. സോ ആഫ്റ്റർ ഐ വെൻറ്റ് ഫോർ വാക്കിംഗ്, കുറച്ച് ദൂരം ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുള്ളൂ. അപ്പോൾ ആ നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ ഭയങ്കര കാമായിരിക്കുമല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ നല്ല വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ടോ, ഈ നീല ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതായത് മോർണിംഗ് ഒരു 5-5:30 ആ ഒരു സമയവും, ആ സെയിം ടൈം നൈറ്റ് ഒരു 10-10:30-11 ആ സമയമൊക്കെ രാത്രിയും നമ്മുടെ ഈ ഭൂമിനെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെയിം ലേറ്റർ നമ്മുടെ വിത്തൗട്ട് കട്ടൻ കാപ്പി, നല്ല സുഖമുണ്ട്. അവിടെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വന്നിരുന്നിട്ട് കുടിക്കും. നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ആണല്ലോ. ആ സമയം ഒരു കട്ടനൊക്കെ അടിച്ച് ഫ്രഷപ്പ് ആയി. കാരണം ഞാൻ നിൽക്കുന്ന സ്റ്റേയിൽ നിന്ന് കുറച്ച് പോവാനുണ്ട്. അപ്പോൾ ബസ്സൊക്കെ കയറി പിടിച്ച് പോകുന്നതിന് മുമ്പ് ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വാഭാവികം. ഇന്ന് നമുക്ക് യോഗ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ബി എഡ് എന്ന് പറയുമ്പോൾ ഡ്രസ്സിങ് ഒക്കെ നമുക്ക് കുർത്തയാണ് യൂസ് ചെയ്യുന്ന നിർബന്ധമാണ്, കമ്പൽസറിയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ വെയർ ചെയ്തു, പിച്ചൊക്കെ ചെയ്തു. ദെൻ ഐ വെന്റ്. ഇവിടെ നിന്ന് നമ്മൾ പോകണം, ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ നേരെ ബസ്സൊക്കെ പിടിച്ച് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ യോഗ ഡേ ആയിരുന്നു. നമുക്ക് 2 ദിവസം യോഗ ഡേ ആൻഡ് ദെൻ ലേറ്റർ 2 days ആക്ടിംഗ് വർക്ക്ഷോപ്പാണ്. സോ ഫസ്റ്റ് വി ഗോട്ട് ദ യോഗ ഡേ. ഒരു യോഗ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല, എന്താ പറയുന്നത്, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഒരു ഇന്നർ പീസ് ഉണ്ടായിരുന്നു. സെയിം ടൈംസ് ബോഡിയൊക്കെ ഒന്ന് ഇളകിയത് കൊണ്ടാന്ന് തോന്നുന്നു നല്ല സമാധാനമുണ്ട്. പക്ഷെ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. സോ ദിസ് ഇസ് മൈ കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് ദി ടീച്ചർ എഡ്യൂക്കേഷൻസ് ഇൻ കച്ചേരിപ്പടി. സോ ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു, ക്ലൈമറ്റും സെറ്റായിരുന്നു. അതിന് ഒരു 2 ആഴ്ച മുമ്പ് കണ്ടിന്യൂസ് എറണാകുളം ജില്ലയ്ക്ക് അവധി. വെരി നൈസ്. അങ്ങനെ അവധിയും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് വന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് സോ ഐ നോ ദ റിയാലിറ്റി, ഐ നോ എവറിത്തിങ്. സോ ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്, ഇതാണ്. സ്ട്രെസ് ഇല്ലെന്നൊന്നും പറയുന്നില്ല, സോറി, സ്ട്രെസ്സും വർക്ക് ലോഡുണ്ട്. ബട്ട് ഐ റിയലൈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷൻ ആൻഡ് സെയിം ടൈം വർക്കിംഗ്. സോ എനിക്കറിയാം, ഞാൻ ഈ പിള്ളേരോട് പറയും, പിള്ളേരെ ഈ സമയമാണ്, എത്ര സ്ട്രെസ് ആണെങ്കിലും ഇതാണ് ഏറ്റവും മനോഹരമായ സമയം, പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളൂ എന്ന് പറയും. ബട്ട് ഐ നോ. പിന്നെ ഇത് കണ്ടോ, ബി എഡിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രോഗ്രാംസും ആക്ടിവിറ്റീസുമാണ്. നമ്മൾ അടുത്തൊരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് ക്ലാസ്സിലെ ലീഡേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. സോ എല്ലാവരും ചേർന്നിട്ട് നല്ല സാധാരണ ഇപ്പം 2-3 പ്രോഗ്രാം കഴിഞ്ഞു. സോ ദാറ്റ് വാസ് നൈസ്. നല്ല കോപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം അടിപൊളിയായിട്ട് പോയി. പിന്നെ നമ്മൾ വൈകുന്നേരം സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു ചായക്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് മൈ ചായ് പാർട്ട്നേഴ്സ്, KP ആൻഡ് നമസ്കാര അനുപമ. സോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചു. പിന്നെ ഞാനിതൊന്നും കഴിച്ചാൽ പിന്നെ നൈറ്റ് ഒന്നും കഴിക്കുകയല്ല കേട്ടോ, അങ്ങനെ കഴിക്കുന്ന ദിവസമാണ്. സോ വൈകുന്നേരമൊക്കെ ആകും, 7-7:30 ആകും ചില സമയത്ത് വരുമ്പോൾ. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. ദിസ് ഇസ് മൈ ഡേ.